പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. നമ്മളോട് എതിർക്കുന്ന ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ. അത് നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ തോറ്റുപോകുമെന്ന് ചിന്തിക്കുന്ന ചില മേഖലകളിൽ, നിങ്ങൾ തളർന്നു പോകും, തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ദൈവം നിങ്ങളെ വിജയം നൽകി നിങ്ങളെ രക്ഷിക്കാൻ പോകുകയാണ്. എങ്ങനാ? നിങ്ങളോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നമ്മുടെ മുമ്പിൽ നിന്നും ഓടിച്ചു കളയാൻ പോകുന്നു. അവരെ തോൽക്കുമാറാക്കാൻ പോകുകയാണ്. നമ്മൾ തോക്കുമെന്ന് തോന്നിയ സ്ഥാനത്ത് ദൈവം നമുക്ക് വിജയം നൽകി നമ്മുടെ ശത്രുക്കളെ ദൈവം തോൽപ്പിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം എന്നെ നിങ്ങളെയും തോൽവി സമ്മതിക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. വചനം ഇങ്ങനെ പറയുന്നു, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്, ഇരുട്ടിൽ കിടന്ന എന്നെ നിങ്ങളെയും വെളിച്ചത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത് എന്തിനാ? ശത്രുക്കളുടെ മുൻപ് മേശയൊരുക്കി നമ്മെ രക്ഷിച്ചു നിർത്താൻ വേണ്ടിയാ. ശത്രു പല പടയൊരുക്കങ്ങൾ ഒരുക്കി നമ്മളെ തോൽപ്പിക്കുവാനായി വരുമ്പോൾ നമ്മൾ നിരാലംബരായി തീർന്നു പോകാറുണ്ട്. ആയുധമില്ല കയ്യിൽ. ശത്രു തന്ത്രശാലിയാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന വാക്ക് ഇങ്ങനെയുണ്ട്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരല്ലല്ലോ. പിശാചിന്റെ തന്ത്രം, അവൻ തന്ത്രശാലിയാ. അവനോട് യുദ്ധം ജയിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷേ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്ന പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ശത്രുക്കളെ ദൈവം ഓടിക്കാൻ പോകുക. നിങ്ങളുടെ ശത്രുക്കളെ ദൈവം ഇല്ലാതാക്കാൻ പോകുക. വിശ്വസിക്കുക, നിങ്ങൾക്ക് തോൽവിയല്ല, നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം വിജയമാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഫലസമൃദ്ധിയിലെത്താൻ പോകുക. നിങ്ങൾ നടുന്ന അതേ തൈകളെല്ലാം വളർന്ന് പന്തലിക്കാൻ പോകുക. കണ്ണുനീരോടെ നിങ്ങൾ വിതച്ചതെല്ലാം കൊയ്തെടുക്കാൻ പോകുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവം തിരിച്ചു തരാൻ പോകുക. നിങ്ങളുടെ ശോധന മാറാൻ, കഷ്ടത മാറും, വേദന മാറാൻ പോകുക. നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറാൻ പോകുക. നിങ്ങളുടെ ഇല്ലായ്മകൾ മാറാൻ പോകുക. നിങ്ങളുടെ ശൂന്യത മാറാൻ പോകുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ പോകുക. പ്രതികൂലങ്ങൾ മാറ്റി നൽകുന്ന ഒരു ദൈവം. അവിടെ ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കി കർത്താവിനോട് ചേർന്ന് ഇന്ന് പകൽക്കാലം അവന്റെ പാദപീഠത്തിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? യേശുവേ, ഞാൻ പാപിയാണ്, എന്റെ കുറവുകളെ ക്ഷമിച്ച് എന്നെ ശത്രുക്കളുടെ മുൻപിൽ എന്നെ തോൽക്കാതെ വേണം, എന്നെ വിജയത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. എങ്കിൽ ദൈവം നിങ്ങളെ തോൽവിയിൽ നിന്നും നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരും. അതിനാൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ മുൻപിൽ തോൽപ്പിക്കുന്ന ആ ദൈവത്തെ മുറുകെ പിടിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.